പ്രജയിലെ ഒരു കഥാപാത്രം പത്മജ വേണുഗോപാലാണെന്ന് വ്യാപകമായിട്ടൊരു പ്രചാരണം ഉണ്ടാവുകയും പൊന്നമ്പാബുവിനോട് ഞാൻ ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പൊന്നമ്പാബു അന്ന് പേടിച്ചോണ്ട് ചേച്ചിയെ വിളിച്ചൊന്നും ഞാൻ നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയും ചേച്ചി നീ ഒരു കഥാപാത്രം ചെയ്തൊന്നും ഒരു വിശദീകരിക്കുക ഉണ്ടായി. പക്ഷെ ഇപ്പോഴും ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ രഞ്ജി പണിക്കരോട് ഇത് ചോദിച്ചിട്ടുണ്ട്, പത്മജ വേണുഗോപാലിനെയാണോ ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു അല്ല, നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെയും ഉദ്ദേശിച്ചില്ല, അതൊരു കഥാപാത്രം മാത്രമാണ്. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ സോക്കോൾഡ് സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ ഇടയിൽ ഇത് ലീഡറുടെ മക്കളെയാണ് ഉദ്ദേശിച്ചതെന്നൊരു ധാരണയുണ്ട്. പിന്നെ അതെനിക്കുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് കണ്ടറിഞ്ഞൂടെ. പക്ഷെ ആ എഴുതിയ രഞ്ജി പണിക്കരാണെന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധമായിരുന്നു എന്നെപ്പറ്റി. ഒരു എന്താ പറയുക, എൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും മനസ്സ് തുറന്ന് പറയുന്നൊരു സുഹൃത്താണെന്ന് എനിക്കിപ്പോൾ രഞ്ജി. അപ്പോൾ അതാണ് എൻ്റെ സന്തോഷം. എന്നെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാക്കുക, എൻ്റെ ശരിക്കുള്ള സ്വഭാവം, ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനതല്ല, പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിന് ഈ കാരണം കൊണ്ട് ആ സിനിമ കണ്ടിരുന്നു. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് ഒരു തരത്തിൽ അത് അവസരപ്പെടുത്തിയില്ല. അതെനി വന്നാലും ഇല്ല എനിക്ക്. അല്ല, നമ്മളൊരാളെ എന്ത് നമ്മളെ പറ്റി പറയുന്ന വെച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ തെറ്റ് ചെയ്ത, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിപ്പോൾ എത്രയോ കാലം എന്നെയും എൻ്റെ സഹോദരനെയും വേട്ടയാടിയുണ്ട് മാധ്യമങ്ങൾ. ഒരു കാലത്ത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെ കുറ്റപത്രമോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്തായാലും ഒരു സത്യമില്ല എന്നറിയാലോ എല്ലാവർക്കും. പറയാൻ വേണ്ടി പറയാന്നല്ലാണ്ട് ഞങ്ങൾക്കെതിരെ ഒരു കുറ്റപത്രം ഇതാക്കി ഒരു ദിവസം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്താനോ പറ്റിയിട്ടില്ലല്ലോ. എൻ്റെ അച്ഛനെ പറ്റിയിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ ഒരു ദിവസമെങ്കിലും ഇതിൻ്റെ പേരിൽ ജയിലിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്താ കാരണം? അച്ഛൻ ചെയ്തിട്ടില്ല. ഈ സഹോദരൻ മുരളീധരൻ അന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആവാൻ സാധ്യത ഉണ്ടാവുമെന്നൊരു തിയറി ഉണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. ഉള്ളമാതിരി ഞങ്ങൾ സഹോദരൻ തല്ലൂടും പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കഴിവെന്ന് അംഗീകരിക്കണ്ടേ? അദ്ദേഹത്തിന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആ കഴിവിന് പുറത്തേക്ക് വരാൻ ഇവരാരും സമ്മതിക്കില്ല. അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അന്ന് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ വർഗീയത ഉപയോഗിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനം എന്താണ്? വർഗീയത ഉള്ളതുകൊണ്ട്. അതായത് ശരിക്കും മുരളിയേട്ടൻ വടകര മത്സരിച്ചാൽ മതിയായിരുന്നു. മുരളിയേട്ടൻ ഇദ്ദേഹത്തിന്റെ അത്ര വോട്ടിന് ജയിക്കില്ല, ഒരു പകുതി വോട്ടിനെങ്കിലും മുരളിയേട്ടൻ ജയിച്ചേനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ വല്ലാത്ത വർഗീയത, അതിൽ കൂടെയാണ് ഇപ്പോൾ ഈ വർഗീയത വല്ലാണ്ട് കൂടിയത്. ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഈ വടകര ഉണ്ടായിട്ടുള്ള ഈ വർഗീയമായിട്ടുള്ള അതാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ തുടങ്ങാൻ കാരണം, ജാതിയുടെ പറയലും. കാരണം ഞാനൊക്കെ വളർന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വർഗീയതയൊന്നും കണ്ടു വളർന്ന ആൾക്കാരല്ല. എൻ്റെ അച്ഛൻ എല്ലാത്തിലും സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അച്ഛൻ നല്ലൊരു ഹിന്ദുവായിരുന്നു. ഗുരുവായൂർ പോക്കും വിശ്വാസങ്ങളും അപ്പോൾ അച്ഛൻ എന്നിട്ട് പറയും, നമ്മൾ പണ്ടൊക്കെ ഇതിൽ വായിച്ചിട്ടുണ്ടോ നമ്മുടെ പുരാണങ്ങളിലൊക്കെ, ഒരാളും പറയില്ല ഇന്നാള് എല്ലാ മതങ്ങളെയും എല്ലാം സ്നേഹിക്കണം എന്ന് പറയുന്ന മതമാണ് ഹിന്ദു മതം. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്ന് എപ്പോഴും അച്ഛൻ പറഞ്ഞു തരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട് വളർന്ന എനിക്ക് അങ്ങനെ ഒരു ജാതിനെയും മതത്തിനെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ മാതിരി ഹിന്ദു ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനങ്ങനെ പൊതുവെ പുറത്തേക്ക് പോകുമ്പോൾ ചന്ദനക്കുറി ഓടുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. ഗുരുവായൂർ പോയി വരുന്ന ദിവസം എൻ്റെ നെറ്റിയിൽ ചന്ദനം, അത് ഞാൻ തുടച്ച് കളയാറില്ല. ഉടനെ എന്നെ ചില വിഭാഗക്കാർ, ചേച്ചി എന്ത് BJP ചേരാൻ പോണ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട്? ഞാൻ പറഞ്ഞു ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ അന്നൊക്കെ 1-ാം തീയതി ഗുരുവായൂർ പോയിരുന്നു. ഞാൻ പറയും എനിക്ക് വരുമ്പം ഞാൻ കയ്യിൽ കിട്ടിയൊക്കെ വാരി നെറ്റി തെക്കി. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര അപ്പം ഞാൻ ഇവരല്ലേ ജാതി മതവും പറയണത്, എനിക്കതില്ല. പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അത് തൊട്ടാലേ ഞാൻ ഹിന്ദു ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളുണ്ട്. എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് ഞാനൊരു ഹിന്ദു ആണെന്നില്ല. അതിന് ഞാൻ പ്രാർത്ഥിക്കും, അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും ആരോടും പറയാറുമില്ല, ആരെയും കാണിക്കാറുമില്ല. അച്ഛൻ്റെ ഗുരുവായൂർ ഭക്തി വളരെ പ്രസിദ്ധ. അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. ചേട്ടനും ഉണ്ട്. അച്ഛൻ്റെ ആ ഭക്തി ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്.
ഈ ഇപ്പം BJP-യുടെ ഒരു കുതിച്ചുചാട്ടം എന്നുള്ള രീതിയിൽ ഉപമിച്ചത് വന്ദേ ഭാരതും കോൺഗ്രസിന്റെ തകർച്ച എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൽക്കര വണ്ടിയുമായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അങ്ങനത്തെ ഇപ്പൊ ഒരു പാലം പണിയുക അല്ലെങ്കിൽ റോഡ് പണിയുക എന്നൊക്കെ അഡ്രസ് ചെയ്യപ്പെടുമ്പോഴും BJP-യിൽ ആരോപിക്കപ്പെടുന്ന ഈ തീവ്ര ഹിന്ദുയിസം അല്ലെങ്കിൽ വർഗീയത അതിനെ ഇപ്പോഴും കേരളത്തിൽ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ BJP-യുടെ ഒരു ഈ പറഞ്ഞ വോട്ട് ഷെയർ കൂടുമെങ്കിലും ഒരു മണ്ഡലത്തിലൊരു വിജയം ഉണ്ടല്ലോ ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂർ ചെയ്തതുപോലെ അങ്ങനെ ഇനി വരാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നാണ് ചേച്ചി വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് അധികാരത്തിൽ വരിക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നല്ല അധികം സീറ്റുകൾ BJP-ക്ക് കിട്ടും, അത് ഉറപ്പാണ് എനിക്ക്. കാരണം നമ്മളൊരു ഇത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ പുതുതായിട്ട് ഞങ്ങളുടെ വന്ന പ്രസിഡന്റ് അദ്ദേഹം നല്ല മിടുക്കനാണ്. ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, അവിടുന്ന് പൈസ മേടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അദ്ദേഹത്തിന് തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ അദ്ദേഹത്തിനെയും പറ്റി പറയുമായിരിക്കും എന്നെയൊക്കെ പറഞ്ഞ ഒരു പണക്കാർ ഇത് എന്നൊക്കെ. പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കിയ പൈസയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതേമാതിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. എന്ന് അത് വെച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒരു കാറിൽ പോയാൽ, എനിക്ക് കാറുകളോടൊന്നും പ്രാന്തമുള്ള ആളല്ല, ഏത് വണ്ടി കിട്ടിയാലും കയറിപ്പോവും, അതാണ് എൻ്റെ സ്വഭാവം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകരുതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം പോകുമ്പോൾ എനിക്ക് പോകണം കൂടെ. അപ്പോൾ ആ കാറ് കണ്ടാൽ ഞാൻ തമാശക്ക് ദയവായി തന്നെ കാറിലൊന്നും കൊണ്ടുപോയില്ല, എന്നിട്ടാണ് നാട്ടുകാരെന്നെ ചീത്ത വിളിക്കാമെന്ന് പറയുന്നത്. കഴിയുന്നത് അത് അവോയ്ഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ വെച്ചാൽ എനിക്ക് ക്രൈസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് ആൾക്കാരെ പേടിച്ചിട്ടുമല്ല. എനിക്ക് കംഫർട്ടബിളായിട്ട് ഞാൻ പറയും. ഇപ്പോൾ ഒരു റൂം തന്നെയായാലും ചൂടുകാലം ആയതുകൊണ്ട് എനിക്ക് AC വേണം, ബാക്കി ഒരു ലക്ഷറി എനിക്ക് വേണ്ട. എനിക്കൊരു കിടക്കാനൊരു മുറി, നല്ലൊരു വൃത്തിയുള്ള ബാത്റൂം കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനൊക്കെ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. കാരണം അച്ഛൻ ഒട്ടും ലക്ഷറിയുടെ ആളായിരുന്നില്ല. അച്ഛന് എന്തും അച്ഛനന്ന് നടക്കും. പക്ഷെ അച്ഛൻ എന്താ പറയണ്ടേ, ഞങ്ങളുടെ തൃശ്ശൂരത്തെ വീട് വന്ന് കണ്ടാറിയാം, അച്ഛൻ പണിത വീടാണ്. അത് ഒരു നിലയേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ വലുതായി പിന്നെയാണ് റൂമുകൾ വേണമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് 2 റൂം എടുത്തത്. അങ്ങനത്തെയൊക്കെ വീട്ടിൽ വളർന്ന എനിക്ക് ഏത് രീതിയിലും ജീവിക്കാൻ എനിക്കറിയാം. ആൾക്കാർ പറയുന്നതിന് പിന്നെ നിവൃത്തിയൊന്നുമില്ല വായ മൂടിക്കെട്ടാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ആണ്. പണ്ടൊക്കെ പത്രങ്ങളായിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഒരാളെ നന്നാക്കുന്നത്, മോശമാക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളത് പ്രത്യേകിച്ചൊരു വിഭാഗം ആൾക്കാരാണ്. ഞാനിപ്പോൾ അതിനെ പഠിച്ചിടത്തോളം എനിക്കതാ തോന്നി. അവരിരുന്ന് നെഗറ്റീവ് ഇങ്ങനെ കമൻസ് ഇങ്ങനെ എഴുതി വിടും. അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മളല്ലേ 10 പ്രാവശ്യം നുണ പറഞ്ഞാൽ സത്യമാവും. പക്ഷേ പൊതുവെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ അതിലത്ര ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു വിഭാഗം ആളുകൾ അവരെന്ത് പറയണോ അതാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് വരുന്നത്. ഞാനിങ്ങനെ ഒരു കമൻറ്റ് മോശം വരുമ്പോൾ ഞാൻ പറയും, ഇത് ഇന്ന ആളായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. കറക്റ്റായിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ തൊട്ടങ്ങോട്ട് അതിപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യം ഇന്നും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അയാൾ പറഞ്ഞ കാര്യം എന്താ പറയുക, ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനല്ല ഒരാളും എൻ്റെ അമ്മേനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും മാന്യമായിട്ടും എല്ലാവരോടും സ്നേഹമായിട്ടും പെരുമാറുന്നൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിനേക്കാളും അമ്മ മരിച്ചപ്പോഴും ആൾക്കാർ കൂടുതൽ വന്നത്. അത്രയും വ്യക്തിബന്ധങ്ങൾ എനിക്കറിയാം. VM സുധീരനൊക്കെ അത്രയും ടഫായിട്ടുള്ള VM സുധീരൻ അന്ന് എൻ്റെ അമ്മ മരിച്ചപ്പോൾ മൂലയ്ക്ക് പോയി ഇങ്ങനെ വെച്ച് പൊട്ടി കരഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. അത്രയും ഹൃദയബന്ധം എല്ലാവരുമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അമ്മ. ആ അമ്മ മരിക്കുമ്പോൾ ഇയാൾ ജനിച്ചിട്ടില്ല. ഇയാൾക്ക് ആരാണ് കല്യാണിയമ്മ എന്നറിയില്ല. നല്ല തലമൂത്ത കോൺഗ്രസ്സുകാരോട് വെച്ച് അവർ പറഞ്ഞു കൊടുത്തേനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് KPC തന്നെ നേരിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാവരും ഒരിക്കലും പറയാൻ പാടില്ല. എന്തേ പറയണേ, എന്ത് വൃത്തികെട്ട വർത്താനം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജയിച്ചു, ശരിയാണ്. അതിപ്പം ഈ SDP പോലുള്ളവരെ വോട്ടൊക്കെ കിട്ടി ആരും ജയിക്കും, അതൊന്നും വലിയ അതിശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് കണ്ടിട്ട് ഞാൻ മരിക്കുള്ള ആൾ കിട്ടും അയാളാ പറഞ്ഞതിന്. അത് വ്യക്തിപരമാണ്, രാഷ്ട്രീയമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇനി ഒരു PR വർക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇനി എന്താ ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു PR ടീം ഇല്ല. ഞാനത് ഇനി എന്തായാലും തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം അല്ല തമാശയായിട്ട് പറയാം, മറ്റെല്ലാം ഞാൻ തന്നെയാ. ആരെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞുതരും, ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇനി ഞാനത് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, ഞാനെന്ന് പറയുന്ന വ്യക്തി
വ്യക്തി എന്താണ് എന്നുള്ള ജനങ്ങൾ അറിയണം. കാരണം അതിൻ്റെ പേരിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട് ഒത്തിരി സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി? ഞാൻ ഇതല്ലല്ലോ ഞാൻ എന്ന് ഞാനത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട്. എന്തൊക്കെ എന്നെ വിളിക്കും എന്നറിയോ ആൾക്കാർ ചീത്ത. ഞാൻ വിചാരിക്കും ഈശ്വരാ, ഇവർക്ക് അമ്മയും പെങ്ങന്മാരൊന്നുമില്ല, ഇന്ത്യ കടന്ന് ചീത്ത വിളിക്കണേ. നമുക്കൊക്കെ ഒരാളെ ദേഷ്യപ്പെടുമ്പം ഒരു മര്യാദയുള്ള ഇതില്ലേ, ഒരു പരിധി വരില്ല. പ്രതിപക്ഷ ബഹുമാനം അല്ല, അമ്മയും പെങ്ങന്മാര് എന്നുള്ള ബഹുമാനം പോലും ഇല്ല. എന്ത് പ്രതിപക്ഷം? അതൊക്കെ രാഷ്ട്രീയത്തിൽ. ഇത് വ്യക്തിപരമായിട്ടാണ് ചീത്ത വിളിക്കുന്നത്. എത്രയെന്ന് വെച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാമോ? ഞാൻ പറഞ്ഞു, പത്മജ പൈസ കൊണ്ട് അത് ഇത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് വല്ലതും ചിലവാക്കാൻ നല്ലത്. ഓടി നടന്നിട്ടും ജനങ്ങളോട് നന്നായി പെരുമാറിയിട്ടും അവരെ സഹായിച്ചിട്ടും ഒരു കാര്യം എനിക്ക് ഇന്ന് വരെ അതിൻ്റെ നമ്മൾ പറയും ഇതൊക്കെ ദൈവം കാണുന്നു. ദൈവത്തിന് എനിക്കൊന്ന് വേറെ എന്തോ പണിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമെങ്കിലും കാണേണ്ടതാണ്. BJPയുടെ തൃശ്ശൂർ കാൻഡിഡേറ്റ് ആയിട്ട് ഇനി നിയമസഭയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുമോ? ഞാനെങ്ങനെയാ തീരുമാനിക്കുക? ഇനിയിപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി എന്താ പറയണമെന്ന് വെച്ചാൽ അതേമാതിരി ഞാൻ ചെയ്യും. പിന്നെ ഈ തല വെച്ച് കൊടുക്കണം എന്നാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കും. അത്രേ ഞാൻ പറയുള്ളൂ അതിനെ പറ്റിയിട്ട്. അല്ല, അതിനെ തല വെച്ച് കൊടുക്കലായിട്ട് അല്ല, എനിക്ക് അവിടുത്തെ ആളുകൾ ചെറിയ വിഭാഗം, എല്ലാ ആൾക്കാരും അല്ല കേട്ടോ, നല്ല ആൾക്കാരുണ്ട് തൃശ്ശൂർ. ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണും. ചില ആളുകൾക്ക് എന്താ പറയേണ്ടത്, അവിടെ ഒരു തമ്മിൽ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധങ്ങൾ, പൈസ വാങ്ങി സീറ്റ് കൊടുക്കൽ, പൈസ വാങ്ങി തോപ്പിക്കൽ, പൈസ വാങ്ങി ജയിപ്പിക്കൽ, ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് തൃശ്ശൂർ കോൺഗ്രസ്. നമുക്ക് കാണാൻ അടുത്ത അസംബ്ലിയിൽ ഗതി പിടിക്കില്ല അവർ. കാരണം ഞാൻ വേറെ എൻ്റെതുകൊണ്ട് പറയണതല്ല, അവരുടെ ആ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ. ഇപ്പോൾ BJP എന്ന് പറയുമ്പോൾ ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പം ഈ കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടമാണ്. ഞാൻ കാരണം അച്ഛൻ്റെ കൂടെ 17 കൊല്ലം ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും വർക്ക് ചെയ്യാന്നുള്ള ധൈര്യമുണ്ട്. പിന്നെ ഞാൻ പൊതുവെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട് ആരോടും വഴക്കിടാനോ ഒന്നിനും ഞാൻ പോവില്ല. അങ്ങനെ വഴക്കുണ്ടാവുന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എന്ത് ജോലി ചെയ്താൽ തന്നാലും ഞാൻ അത് ഇല്ല എന്ന് ഞാൻ പറയില്ല. പിന്നെ തീരെ പറ്റാത്ത ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം തൃശ്ശൂർ പോയിട്ട് പഴയ സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയും ഞാൻ പോവും. കാരണം അവിടെ നിന്ന് ഏറ്റവും മനസ്സ് വേദനയോടുകൂടി പോകുന്ന ആളാണ് ഞാൻ. അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യും. അതെൻ്റെ ജോലിയല്ലേ. ഈ പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു, അതായത് തൃശ്ശൂർ പോയിട്ട് കരുണാകരൻ സാറിനെ കണ്ട് ഒരു പരാതി കൊടുത്താൽ അദ്ദേഹം ഏത് സ്ഥാനം വഹിക്കുകയാണെങ്കിലും, അതായത് MP ആണെങ്കിലും MLA ആണെങ്കിലും മന്ത്രി ആണെങ്കിലും അത് നടത്തിത്തരും, അല്ലെങ്കിൽ ഒരു മലയാള മാസം കഴിയുന്നതിനുള്ളിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനമാവുന്നുണ്ടായിരുന്നു. ആ ഒരു സഹായം ഇപ്പോൾ മകൾക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റാറുണ്ടോ? ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് രാഷ്ട്രീയം വെച്ചിട്ടില്ല, എൻ്റെ വ്യക്തിബന്ധങ്ങൾ വെച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഈ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് പല ഉദ്യോഗസ്ഥന്മാരായിട്ടും പല എന്താ പറയണ്ടേ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള നേതാക്കന്മാർ എനിക്കതുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്നവർ, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പറ്റുന്ന ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയും ചേച്ചി ഇന്ന സ്ഥലത്ത്, എനിക്കറിയുന്ന ആൾക്കാർ ഹോസ്പിറ്റലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ചോദ്യമൊന്നുമില്ല, അപ്പം ഞാൻ അവിടെ അവരെ സഹായിക്കാനുള്ള എത്തിക്കും. യൂത്ത് കോൺഗ്രസ്സുകാർ തലതല്ലി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയും വെച്ചിട്ട് പോവും. കാരണം എനിക്കറിയാം അവരാരും സഹായിക്കാനില്ല. തലനടിയിൽ അത് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പോരും. പിന്നെ അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെങ്കിലോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയില്ലേ, എൻ്റെ അച്ഛൻ ഒത്തിരി നന്ദികേട് അനുഭവിച്ച ആളാണ്, സഹായിച്ച ആൾക്കാരുടെ. അതെനിക്ക് നല്ലോണം അച്ഛനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് നന്ദികേട് എന്ന് പറയുന്ന സംഭവം. ഈ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് ഏറ്റവും അധികം അച്ഛനെ തള്ളിപ്പറഞ്ഞതെന്ന് പറയുന്നത്. അതെ, അത് വലിയ വേദനയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു MLA ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി എന്ന് അയാൾ വേറെ വഴിക്കൂടെ പോയിട്ട് നമ്മുടെ എതിരുള്ള ആളെ വിളിക്കുന്നതും ഞാൻ കെ കരുണാകരൻ്റെ കൂടെ നിൽക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നതും എൻ്റെ ബെഡ്റൂമിൽ നിന്ന് എനിക്കിത് കേൾക്കാം. ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സംഭവമുണ്ട്. അച്ഛൻ വിശ്വസിച്ചില്ല. അച്ഛൻ പറഞ്ഞു ഇത് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട്, ഞാൻ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് അയാൾ നാളെ പോയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ മാതിരി അയാൾ പോയി പിറ്റേ ദിവസം. സമാനമായിട്ടുള്ളൊരു നന്ദികേട് അല്ലെങ്കിൽ സമാനമായിട്ടുള്ളൊരു ദുഃഖം ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം എന്താ? അതെങ്ങനെയാണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് അപ്പോൾ കോൺഗ്രസ്സുകാർ പലരെയും സ്വഭാവം മനസ്സിലായില്ലേ. അവർക്ക് കേൾക്കാനായിരുന്നില്ല ഉമ്മൻചാണ്ടിന്നൊന്നും ഇല്ല, കൊടുക്കേണ്ട സ്ഥലത്ത് അവർ
പണി കൊടുത്തിരിക്കും. അവർക്കതാണ്, അവർക്ക് ഒരു നന്ദി എന്ന് പറയണ ഇല്ല. ഇവരുടെയൊക്കെ തുടക്കകാലം കണ്ട ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് കിടന്നിട്ട് ഈ ഷൈനിന്ന് കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയണ്ടേ, ഞങ്ങളുടെ വീട്ടിൽ ഈ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ജീവിതമാണ്. അവരുടെ വീട്ടിൽ ഉമ്മൻചാണ്ടി സാർ എനിക്കറിയാം, ബെഡ്റൂമിൽ മുടിയിരിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ കയറിപ്പോയി ഓരോന്ന് പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അതേമാതിരി എൻ്റെ അച്ഛൻ ചിലപ്പോൾ പറയണമെങ്കിൽ ഞാൻ ഒന്ന് ബാത്റൂം പൊക്കോട്ടെ എന്ന്. കാരണം എന്താ പറയുക, ബാത്റൂമിൻ്റെ അത് ഒരാളായിരിക്കും, മനസ്സിലായി. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവസാന കാലം കുത്തിയത് അവരാണ്. ആ കൂടെ നിന്ന ആൾക്കാരാണ് കുത്തിയത്. ഒരു തിരുത്തൽവാദം ഉണ്ടായ കഥയൊക്കെ അറിയാലോ. അതൊക്കെ കേട്ട് കൂടെ നിന്ന ആളാ. ഈ തിരുത്തൽവാദ സമയങ്ങൾ എങ്ങനെയാ കടന്നുപോയത്? അത് വളരെ ആ സമയത്ത് ഏറ്റവും സങ്കടമല്ല, അച്ഛൻ ആക്സിഡന്റ് പറ്റി കിടക്കുക, എൻ്റെ അമ്മ മരിച്ചു. ആ സമയത്താണ്, അതായത് അച്ഛൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന സമയമാണ്. ആ സമയം നോക്കി അവരടിച്ചതാണ്, അല്ലെങ്കിൽ അച്ഛൻ വീണു പോയില്ല. അച്ഛന് അപ്പോഴും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അച്ഛന് വേണ്ട. അമ്മ മരിച്ചോട് കൂടിയിട്ട് അച്ഛന് ജീവിക്കണ്ട എന്നൊരു തോന്നലായിപ്പോയി. അത്ര ക്ലോസ് ആയിരുന്നു. അമ്മാവൻ്റെ മകൾ തന്നെ അമ്മ. ഈ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ, സാമൂഹിക സാഹചര്യത്തിൽ ഈ യുവതലമുറയുടെ ഇടയിൽ, കുട്ടികൾക്കിടയിൽ ലഹരി വളരെയധികം കൂടുന്നു. ഇപ്പോൾ രമേശ് സാറ് പറയുന്നുണ്ടായിരുന്നു 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി തുടച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷെ എല്ലാ ദിവസവും കേസ് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ പേരുള്ള അതിക്രമങ്ങൾ, കൊലപാതക പരമ്പരകളൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിക്കുന്നുണ്ടോ ഈ ലഹരിയുടെ കാര്യത്തിൽ? അല്ല, അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എനിക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളല്ലേ, അവരെന്താ 8 ദിവസം കൊണ്ട് നിർത്താൻ ഞാൻ പറയാൻ എളുപ്പം എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ, സത്യം പറഞ്ഞ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും വേദനിക്കുന്ന ഒരു സംഭവം ഈ ലഹരി എന്ന് പറയുന്നത്. സ്വന്തം അമ്മേനെ തല്ലുക, അത് ഞാൻ അച്ഛനെ കുത്തിക്കൊല്ലുക, പെങ്ങളെ ഇതാക്കുക. അതായത് അവരവരുടെ മറ്റേ ബുദ്ധിയിലല്ല ചെയ്യണത്, ആ കുട്ടികളെയല്ല പറയേണ്ടത്, ഇതിന് കളമൊരുക്കുന്ന ആൾക്കാരെയാണ് പിടിക്കേണ്ടത്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത്ര ഗ്രാം പിടിച്ചു, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കയറി ഇത്ര പിടിച്ചോണ്ടൊന്നും ആയില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ. അതിൽ പലരും രാഷ്ട്രീയ നേതാക്കൾ വരെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, അറിയാത്ത കാര്യം അല്ലേ, കേട്ടിട്ടുള്ള കാര്യം. അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ അവസാനിക്കും, എങ്ങനെ അവസാനിപ്പിക്കും? പിടിക്കേണ്ടത് അത് കൊടുക്കണ വലിയ നേതാവിനെ ആയിരിക്കേ. അതോടെ ചിലപ്പോൾ മന്ത്രിസഭ പോയാൽ എന്ത് ചെയ്യും? അതിനേക്കാളും വലുത് പിള്ളേർ വട്ടായിട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ സിനിമാ രംഗത്ത് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഒരു പൊതു ആവശ്യം ഉണ്ടായിരുന്നു, ഇതെല്ലാ മണ്ഡലത്തിലും വരണം, അതായത് രാഷ്ട്രീയത്തിൽ വരണം, മാധ്യമത്തിൽ വരണം, എല്ലാവരുടെയും ഓരോരോ കമ്മിറ്റി വീതം വെക്കണം, നന്നായിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നോ അതിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന സമയത്ത്? അങ്ങനെ വന്നാൽ പിന്നെ രാഷ്ട്രീയ രംഗം എല്ലാവരും വിട്ടു പോവുകയല്ലേ. കാരണം എന്താ അറിയാം, ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എന്ത് ഇവിടത്തെ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ പലതും എല്ലാ വിധത്തിലുള്ള എല്ലാവരും ആരും വളരെ വിരലുണ്ടാവുന്ന നേതാക്കൾ ഉണ്ട് അതിൽ, നല്ല അല്ലാത്തവരൊക്കെ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നതും. ഈ ഹേമ കമ്മീഷൻ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത്. എനിക്കറിയാം ഇതൊന്നും ആവില്ല. അതായത് അപ്പം ഈ ആരെയാണോ ഏറ്റവും കൂടുതൽ കുറ്റം പറയണത് അവർ പോയി മറ്റേ സ്വാധീനമുള്ളവരെ പിടിക്കും, അവരുടെ പേര് പുറത്തേക്ക് വരില്ല. പിന്നെ ഇതിലെന്ത് കാര്യം? പിന്നെ ആ കംപ്ലൈന്റ് കൊടുത്ത പെണ്ണിന് ഒരു ഇതുപോലും കിട്ടില്ല, സിനിമ ലഭിക്കില്ല. അത് മേടിച്ചിട്ട് ആരും കൊടുക്കില്ല, സത്യം ആരും പറയില്ല. പറഞ്ഞ സ്ത്രീകളുടെ സ്ഥിതി എന്താ ഇപ്പോൾ? അതുകൊണ്ട് ഇതൊന്നും എന്താ പറയുക, അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ള ഒരു നേതൃത്വം വേണം. എനിക്ക് അധികാരം വേണ്ട, ഇത് തുടച്ചു മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ എന്ന് ആര് പറയാനുള്ളൊരു നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ആരും ഇല്ലല്ലോ. അതിങ്ങനെ തുടരും.